KPCC നേതൃമാറ്റ തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് തിരിച്ചടി. കെ. സുധാകരനെ തൽക്കാലം KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റില്ല. ഇക്കാര്യം ഹൈക്കമാൻഡ് കെ. സുധാകരനെ അറിയിച്ചു. പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ടു പോകാൻ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നൃപൻ, പല നീക്കങ്ങളും സതീശന്റെ ടീമും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നാണ്. പൂർണ്ണമായും പുനഃസംഘടന വേണ്ട എന്ന നിലപാടാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ ഈ തീരുമാനം? അന്ന, KPCC നേതൃത്വത്തിൽ നിന്ന് കെ. സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന വി.ഡി. സതീശന്റെ നിലപാടിനാണ് തിരിച്ചടി നേരിട്ടിട്ടുള്ളത്. ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള തൽക്കാലം കെ. സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റണ്ട എന്നതാണ്. ഇപ്പോൾ സുധാകരനെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇത് അറിയിക്കുകയും ചെയ്തു. സമ്പൂർണ്ണ പുനഃസംഘടന ഈ ഘട്ടത്തിൽ വേണ്ട, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകാം. ആ പുനഃസംഘടന സംബന്ധിച്ച് നിലവിൽ KPCCയിൽ ഒഴിവുകളുണ്ട്, ആ ഒഴിവുകൾ നികത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിഷ്ക്രിയമായ പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്ത ഒരു വിഭാഗം നേതാക്കൾ KPCCയിൽ തുടരുന്നുണ്ട്. ഇവരെ ഒഴിവാക്കുക. ബാക്കി പുനഃസംഘടനാ നടപടികളുമായി കെ. സുധാകരന് മുന്നോട്ട് പോകാം എന്ന നിർദ്ദേശമാണ് ഈ ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ കണ്ണൂരിൽ വച്ചിട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ പുനഃസംഘടനാ നടപടികൾ ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ ഈ സുധാകരന് നൽകുന്ന നിർദ്ദേശം ഇത് തന്നെയായിരിക്കും. എങ്ങനെയാണ് പുനഃസംഘടന പൂർത്തിയാക്കുക എന്ന തരത്തിലുള്ള ചർച്ചയാണ് ഉണ്ടാകുക. സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പദവി ഒഴിയും എന്ന തരത്തിലുള്ള ആശങ്ക സുധാകരൻ അനുകൂലികൾക്കുണ്ടായിരുന്നു. കാരണം ഈ ദീപാദാസ് മുൻഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വെവ്വേറെ നേതാക്കൾ പങ്കെടുത്തിരുന്നു. പ്രത്യേകം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്തകൾ പരന്നത് കെ. സുധാകരൻ അടിയന്തരമായി KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ് എന്ന തരത്തിലാണ് വാർത്ത. ഈ വാർത്ത വന്നതൊക്കെ തന്നെ വി.ഡി. സതീശൻ അനുകൂലികളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത്. ഈ കാര്യത്തിൽ ഈ വാർത്തകൾ പ്രചരിച്ചതോടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കെ. സുധാകരൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുണ്ട്. മാത്രമല്ല, മുതിർന്ന നേതാക്കളുടെ പിന്തുണ കൂടി കെ. സുധാകരൻ അനുകൂലമാണ്. രമേശ് ചെന്നിത്തല ആവർത്തിച്ച് കെ. സുധാകരന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സുധാകരൻ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ മാറ്റം വേണമെങ്കിൽ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഞാൻ അദ്ദേഹത്തെ മാറ്റമെന്ന് ഇതുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആരും. അല്ല, ഇപ്പം അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ, മാധ്യമങ്ങളിലല്ലാതെ ഞങ്ങളാരും കാണുന്നില്ല. പിന്നെ മാറ്റണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, അത് നമ്മളാരും അല്ല. KPCC പ്രസിഡന്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മാറ്റം വേണമെന്ന് ആരും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മാറ്റം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ്, ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. വലിയ തരത്തിൽ പാർട്ടിയെയും സംഘടനയെയും കൂടി പിടിച്ചടക്കാനുള്ള വി.ഡി. സതീശന്റെ സമീപനത്തിന്, വി.ഡി. സതീശന്റെ നീക്കത്തിനാണ് വലിയ തിരിച്ചടി ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഹൈക്കമാൻഡിന്റെയും മുതിർന്ന നേതാക്കളുടെ പിന്തുണ കെ. സുധാകരന് അനുകൂലമാണ്. മാത്രമല്ല, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വലിയ തരത്തിൽ ഒരു പൊളിച്ച് പണി കോൺഗ്രസിന് നടത്തുകയും സുധാകരൻ വലിയ തരത്തിൽ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കൂടിയുള്ള ഹൈക്കമാൻഡ് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൽക്കാലം സുധാകരന് തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് എന്നിരുന്നാലും ഇക്കാര്യത്തിൽ വി.ഡി. സതീശൻ വിഭാഗം നടത്തിയ നീക്കത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നാളെ കണ്ണൂരിൽ നടക്കുന്ന ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നിർണായകമായി മാറുകയും ചെയ്യും. അന്ന. ശരി, നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.